മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മാധ്യമങ്ങൾ കുപ്രചാരണം നടത്തുന്നു. ആരോഗ്യവകുപ്പിനെയും മന്ത്രിയെയും ക്രൂശിക്കാനാണ് നീക്കം. കേന്ദ്രമന്ത്രിയെ കാണാൻ മാത്രമായിട്ടല്ല പോയത്. കാണാൻ അനുമതി തേടിയത് തെറ്റാണോ എന്നും മന്ത്രിയുടെ ചോദ്യം. 6 മാസം മുൻപ് ഞാൻ ഈ ഒരു സമരം അതിനു മുൻപ് സംഘടനകളെല്ലാം തന്നെ അതിൽ CIT-യുടെയും INTUC-യുടെയും STU-വിൻ്റെയും ഒക്കെ സംഘടനകൾ വന്ന് പറയുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുള്ളത്. അതിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ അനുവാദം എടുത്തതാണോ തെറ്റ്? ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഡൽഹിയിലെ ഞാൻ നൽകിയ ബൈറ്റ് കൂടി ശ്രദ്ധിക്കുക. ആ ബൈറ്റിൽ എന്താണ് പറയുന്നത്? അതായത് അദ്ദേഹം പാർലമെൻറ്റിൻ്റെ തിരക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നറിയില്ല. അദ്ദേഹം അപ്പോയിൻമെൻറ്റ് തരുമ്പോൾ കാണും, അല്ലെങ്കിൽ ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ്? സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, നേരത്തെ മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുക്കാത്തത് കൊണ്ടാണ്, ഒരു കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിയാതിരുന്നത് എന്നുള്ള വിമർശനം ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്നതിനിടെ തിരിച്ചെത്തിയ ആരോഗ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് മാധ്യമങ്ങളോട്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാൻ, വീണ ജോർജ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാൻ എന്നാണ് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തത് സംബന്ധിച്ചായിരുന്നു. കഴിഞ്ഞ 12-ാം തീയതിയാണ് ഡൽഹി യാത്രയ്ക്ക് വീണ ജോർജിന് അനുമതി ലഭിക്കുന്നത്. പക്ഷേ അതിനുശേഷം 18-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഒരു കൂടിക്കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് അനുമതി ചോദിച്ചതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് വീണ ജോർജ് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല, തന്നെയും ആരോഗ്യവകുപ്പിനെയും വ്യക്തിപരമായി ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു പ്രതിരോധം തീർക്കാനാണ് വീണ ജോർജ് ശ്രമിച്ചത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. റെസിഡൻസ് കമ്മീഷണറുടെ കത്തൊക്കെ വരുന്നത് പോകുന്നതിൻ്റെ തൊട്ട് തലേദിവസം എന്ന നിലയിലാണ് ഈ കത്തുകൾ അപേക്ഷ വരികയും ചെയ്തിരുന്നത്. പക്ഷേ അതിനെ വീണ പ്രതിരോധിക്കുന്ന ഒരു കാര്യം, താൻ ഇതാദ്യമായിട്ടല്ല, അവർ പറയുന്നൊരു കാര്യം തന്നെയാണ്, നേരത്തെ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് അവർ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. കാരണം ഞാൻ ഡൽഹിയിലേക്ക് വരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളൊരു കാര്യമല്ല, അവർക്ക് സമയം കിട്ടുമെങ്കിൽ അവരെ കണ്ട് അവരെ കാര്യം ബോധ്യപ്പെടുത്തും, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എഴുതി തയ്യാറാക്കി അത് കൊടുത്തിട്ട് പോരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതങ്ങനെ വിവാദമാക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, താൻ ഇതിനു മുന്നേ ഈ വിഷയം ഉന്നയിച്ച 6 മാസങ്ങൾക്ക് മുന്നേ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ട്, കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ ഇത്ര രീതിയിൽ മാധ്യമങ്ങൾ തനിക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നുള്ള കാര്യത്തിൽ പറയുകയും ചെയ്യേണ്ടായി. മറ്റൊരു കാര്യം, ആശമാരുടെ ശമ്പളം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. LDFിൻ്റെ പ്രകടന പത്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ കൂടി പരിശോധിക്കണമെന്നൊരു മറുവാദമാണ് വീണ ജോർജ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡേറ്റ് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തത ആരോഗ്യവകുപ്പ് മന്ത്രി ഇതുവരെയും വരുത്തുന്നില്ല. അതേസമയം ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതിന് മറുപടിയായി ഇന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് അതിനൊരു മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. മുൻകൂട്ടി കൃത്യമായൊരു സമയം പാലിച്ചല്ല ഇത്തരത്തിലുള്ള അപേക്ഷ നൽകിയിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിസ്തീർണ നിലയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്.